ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന ലേണിംഗ് തിയറിയാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന ലേണിംഗ് തിയറിയുടെ ഉപജ്ഞാതാവ് ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന റഷ്യൻ ഫിസിയോളജിസ്റ്റാണ്. സോ ഇവാൻ പാവ്ലോവ് ഒരു സൈക്കോളജിസ്റ്റ് അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഹി വാസ് എ ഫിസിയോളജിസ്റ്റ് ആൻഡ് ഹി ബിലോങ്സ് ടു റഷ്യ. അദ്ദേഹം 1904 നൊബേൽ പ്രൈസിന് നൊബേൽ പ്രൈസ് വിന്നറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള തിയറി മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. പാവ്ലോവിയൻ കണ്ടീഷനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇവാൻ പാവ്ലോവിൻ്റെ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി തന്നെ ആണ്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ? So classical conditioning is a type of learning in which the stimulus acquires the capacity to evoke a response that was originally evoked by another stimulus. വേറൊരു സ്റ്റിമുലസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വേറൊരു സ്റ്റിമുലസിനോടുണ്ടായിരുന്ന ഒരു റെസ്പോൺസും ഇല്ലാതിരുന്ന ഒരു സ്റ്റിമുലസ് ആ റെസ്പോൺസ് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് എ സ്റ്റിമുലസ് അക്വയർസ് ദ കപ്പാസിറ്റി ടു ഇവോക്ക് എ റെസ്പോൺസ് ദാറ്റ് വാസ് ഒറിജിനലി ഇവോക്ഡ് ബൈ അനദർ സ്റ്റിമുലസ്. അപ്പോൾ മറ്റൊരു സ്റ്റിമുലസിനോടുണ്ടായിരുന്ന ഒരു റെസ്പോൺസ് പുതിയൊരു സ്റ്റിമുലസ് പഠിച്ചെടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ തിയറി ഞാൻ പറഞ്ഞു പാവ്ലോവിയൻ കണ്ടീഷനിങ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവാൻ പാവ്ലോവ് ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫങ്ഷനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളായിരുന്നു. അപ്പം അത്തരത്തിലൊരു വർക്കിൽ അദ്ദേഹം നോട്ടീസ് ചെയ്യുകയും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ഒരു തിയറി അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പാവ്ലോവ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിരുന്നത് ഡോഗിലാണ്. നമ്മൾ പലപ്പോഴും പാവ്ലോവിൻ്റെ പട്ടി എന്നൊക്കെ തമാശ രൂപേണ പറയാറുള്ള ഒന്നാണ്. സോ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം ദർ ഇസ് എ ഡോഗ് പ്ലേസ്ഡ് ഇൻ എ ലബോറട്ടറി സെറ്റിംഗ്. അപ്പോൾ ഒരു ലബോറട്ടറി സെറ്റിങ്ങിൽ ഒരു ഡോഗിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പം ഇദ്ദേഹം എന്താണ് ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഡൈജസ്റ്റീവ് ഫങ്ഷനിങ്ങിൽ സലൈവേഷൻ്റെ റോളിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമായിരുന്നു പാവ്ലോവ് പ്രൊപ്പോസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതിനായിരുന്നു അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്റ്റഡി. പക്ഷേ അദ്ദേഹം നോട്ടീസ് ചെയ്തു സലൈവേഷൻ എന്ന് പറയുന്ന കാര്യം ഫുഡ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫുഡ് കാണുന്നതിന് മുമ്പേ തന്നെ ഡോഗ് പലപ്പോഴും സലൈവേറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പം ആ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് ഉള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റിംഗ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഈ ഡോഗിൻ്റെ ഇവിടെ ഒരു ചീക്കിൽ ഒരു അപ്പാരറ്റസ് ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ സലൈവ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അപ്പം അതിലൂടെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, അതിലൂടെ സലൈവ കളക്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫുഡ് കാണുന്നതിന് മുമ്പേ തന്നെ പലപ്പോഴും ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് അദ്ദേഹം അണ്ടർസ്റ്റാൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ആ ഒബ്സർവേഷനിൽ നിന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് അദ്ദേഹം നടത്തുന്നത്. സോ അപ്പോൾ അദ്ദേഹം നോട്ടീസ് ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോഗിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫുഡ് കാണണമെന്നില്ല, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യും. സോ ആ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുന്നത്. അപ്പം
ആ ഒരു ഒബ്സർവേഷനെ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ഇദ്ദേഹം അവിടെ ചെയ്തത് ഒരു ബെല്ലിനെ പ്രീവിയസ്ലി അതായത് ഫുഡിനോട് ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനോട് അസോസിയേറ്റ് ചെയ്ത് നോക്കി. സോ ദാറ്റ് ബെല്ലെന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസ് സലൈവേഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് അക്വയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആദ്യം അദ്ദേഹം ചെയ്തത് ഡോഗിനെ ഒരു ലബോറട്ടറി സെറ്റിങ്സിലാക്കിയതിന് ശേഷം ഡോഗിന് ഫുഡ് കൊടുക്കുന്നു. ആ ഫുഡ് കൊടുക്കുമ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. സോ ഫുഡ് എന്ന് പറയുന്നത് ഇസ് ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് ദ റെസ്പോൺസ് ടുവേർഡ്സ് ദ ഫുഡിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സലൈവേഷൻ ആയിരുന്നു. ആ സലൈവേഷനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് അദ്ദേഹം വിളിച്ചു. ഓക്കെ, സോ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. പക്ഷേ ഇനി ബെൽ എന്ന് പറയുന്ന സ്റ്റിമുലസിനോട് സലൈവേഷൻ എന്നൊരു റെസ്പോൺസ് ഇല്ലായിരുന്നു. സോ ബെൽ ഈസ് കൺസിഡേർഡ് ആസ് എ ന്യൂട്രൽ സ്റ്റിമുലസ്. അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലിനെ അദ്ദേഹം ഫുഡുമായിട്ട് പെയർ ചെയ്തു. അപ്പം ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ബെല്ല് കൊടുത്തു, ബെല്ല് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഫുഡ് കൊടുക്കുന്നു. അപ്പം അങ്ങനെ പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ബെല്ല് മാത്രം കേൾക്കുന്ന സമയത്തും ഡോഗ് സ്റ്റാർട്ട്സ് സലൈവേറ്റ്. അപ്പം ബെല്ല് മാത്രം കേൾക്കുമ്പോഴും ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫുഡ് കൊടുക്കേണ്ട, ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ തന്നെ സലൈവേറ്റ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ബെല്ലെന്ന് പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടും ബെല്ലിനോടുണ്ടായ സലൈവേഷൻ എന്ന് പറയുന്ന റെസ്പോൺസ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടും മാറി. അപ്പം ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. സോ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ സ്റ്റേജ് 1 അതിൽ ഫുഡ് മാത്രം കൊടുക്കുന്നു, ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. അവിടെ ബെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡിനോടുള്ള റെസ്പോൺസ് സലൈവേഷൻ. ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ബെല്ലെന്ന് പറയുന്നത് സലൈവേഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസുമാണ്. സെക്കൻഡ് ഫേസിൽ അദ്ദേഹം ബെല്ലെന്ന് പറയുന്ന സ്റ്റിമുലസ്, ആക്ച്വലി അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു. ആ ന്യൂട്രൽ സ്റ്റിമുലസിനോട് യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്റ്റിമുലസിനെ അദ്ദേഹം സെക്കൻഡ് സ്റ്റേജിൽ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതിനെ ബെല്ലിനെ ഫുഡുമായിട്ട് പെയർ ചെയ്തു. സോ ബെൽ പ്ലസ് ഫുഡ്. അപ്പം ബെല്ല് കൊടുത്തു, ഫുഡ് കൊടുക്കുന്നു, അപ്പം സലൈവേഷൻ ഉണ്ടാവുന്നു. ഇവിടുത്തെ സലൈവേഷൻ ആക്ച്വലി ഈ ഫുഡിനോടുള്ള സലൈവേഷൻ തന്നെയാണ്. ഓക്കെ, സ്റ്റേജ് 3. അപ്പം ഈ ഒരു പ്രോസസ്സ് ബെൽ പ്ലസ് ഫുഡ് എന്നുള്ള പ്രോസസ്സ് പല ട്രയൽസിലായിട്ട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെല്ല് മാത്രം കേൾക്കുമ്പോഴും ഡോഗ് സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്ന സിറ്റുവേഷനിൽ ബെല്ലെന്ന് പറയുന്നത് എന്തായിട്ട് മാറി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറി. സലൈവേഷൻ എന്നുള്ളത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആയി. സോ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഡോഗ് എന്ത് ചെയ്യാൻ തുടങ്ങി? സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം പ്രധാനപ്പെട്ട ടെർമിനോളജി എന്ന് പറയുന്നതിൽ ഒന്നാമത്തേതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ stimulus that evokes an unconditioned response without previous conditioning. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടീഷനിങ് പ്രോസസ്സ് ഒന്നും നടത്താതെ തന്നെ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റിമുലസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ഇനി അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് ഉണ്ടാവുന്ന റെസ്പോൺസ്, അതായത് ഇവിടെ ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് സലൈവേഷൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസ് ഉണ്ടായി. സോ ദാറ്റ് റെസ്പോൺസ് ഇസ് ടേംഡ് ആസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ the unconditioned response is an unlearned reaction to an unconditioned stimulus that occurs without previous conditioning. ഒരു പ്രീവിയസ് കണ്ടീഷനിങ് ഇല്ലാതെ തന്നെ കണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് ഉണ്ടാകുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ. സോ ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് ഉണ്ടായ സലൈവേഷൻ എന്നുള്ള റെസ്പോൺസിനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. സോ ബെൽ ഇസ് എ ന്യൂട്രൽ സ്റ്റിമുലസ്. ബെല്ലിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പെയർ ചെയ്തു, ഫുഡുമായിട്ട് പെയർ ചെയ്തു. ഫുഡുമായിട്ട് പെയർ ചെയ്തപ്പോൾ സലൈവേഷൻ ഉണ്ടായി, അതും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് തന്നെയാണ്. പക്ഷെ ഒരു ലേണിംഗ് നടന്നു കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് 2 ലേണിംഗ് നടക്കുന്ന ഒരു സ്റ്റേജാണ്, ഡ്യൂറിങ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ ലേണിംഗ് ആണ്. ആ ആഫ്റ്റർ ലേണിങ്ങിൽ ബെല്ലെന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസ് എന്തായിട്ട് ടേൺ ചെയ്തു? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് ടേൺ ചെയ്തു. സോ വാട്ട് ഈസ് എ കണ്ടീഷൻഡ് സ്റ്റിമുലസ്? Conditioned stimulus is a previously neutral stimulus that has, through conditioning, acquired the capacity to evoke a conditioned response. അപ്പോൾ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഇവോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായെടുത്ത ആ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് എന്തെന്ന് പറയുന്നത്? ബെല്ലെന്ന് പറയുന്നത്. ആ ബെല്ല് ആണ് എന്തായിട്ട് മാറിയത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറിയത്. സോ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇസ് എ പ്രീവിയസ്ലി ന്യൂട്രൽ സ്റ്റിമുലസ് ദാറ്റ് ഹാസ് ത്രൂ കണ്ടീഷനിങ് അക്വയർഡ് ദ കപ്പാസിറ്റി ടു ഇവോക്ക് എ കണ്ടീഷൻ റെസ്പോൺസ്. ഇനി കണ്ടീഷൻഡ് റെസ്പോൺസ് ഇവോക്ക് ചെയ്യാൻ ആയിട്ട് കഴിവ് നേടിയ സ്റ്റിമുലസ് ആണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇനി കണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് ഉണ്ടായ റെസ്പോൺസ്, ആ സലൈവേഷനെയാണ് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. So conditioned response is a learned reaction to a conditioned stimulus that can occur because of previous conditioning. അപ്പോൾ പ്രീവിയസ് കണ്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ തുടർന്ന് ഒരു സ്റ്റിമുലസിനോട് ഒരു റെസ്പോൺസ് ഒരു സ്റ്റിമുലസ് ഒരു റെസ്പോൺസ് അക്വയർ ചെയ്തു. ആ റെസ്പോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ദ മേജർ ടേംസ്. ഇപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ടുണ്ടാകുന്ന കാര്യം അല്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് വോളണ്ടറി ആയിട്ട് സലൈവേഷൻ വരുത്തുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. ദാറ്റ് ഈസ് ഇൻവോളണ്ടറി. ചിലപ്പോൾ നമുക്കൊരു ഫുഡിൻ്റെ സ്മെല്ല് കേട്ടാൽ നാച്ചുറലി നമ്മൾ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് ഈസ് എൻ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഓക്കെ. പക്ഷേ സലൈവേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് സലൈവേഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ. അപ്പോൾ അത് വോളണ്ടറി അല്ല, ഇൻവോളണ്ടറി ആണ്. അപ്പം അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എലിസിറ്റ് ചെയ്യുന്നത് അല്ല. അപ്പം അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദ റെസ്പോൺസ് ഇസ് എലിസിറ്റഡ്. ഓക്കെ. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ നമ്മൾ പല തരത്തിൽ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ CS, UCS എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് പല തരത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഉള്ള ആ ഒരു പ്രോസസ്സ് 4 പ്രധാനപ്പെട്ട രീതികളിലാണ് നമ്മൾ പറയുന്നത്. 4 types of classical conditioning based on different CS, UCS relationship. അപ്പം കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് 4 തരത്തിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുന്നതിന് മുമ്പ് അൺകണ്ടീഷൻഡ്, അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇസ് പ്രസൻറ്റഡ് ബിഫോർ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഇപ്പം നമുക്കറിയാം, നമ്മളിവിടെ സ്റ്റേജ് 2 ഈ ഒരു ഡയഗ്രാമിൽ കാണുകയാണെങ്കിൽ സ്റ്റേജ് 2 ഡ്യൂറിങ് ലേണിംഗ് പ്രോസസ്സിൽ ആദ്യം ബെല്ല് കൊടുത്തു, ദെൻ വി പ്രൊവൈഡഡ് ഫുഡ്. അപ്പോഴാണ് സലൈവേഷൻ എന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. ഇതാണ് ഡിലേഡ് ഓർ ഫോർവേഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഡിലേഡ് ഓർ ഫോർവേഡ് കണ്ടീഷനിങ്. സോ CS is presented before UCS and remains on while this UCS is presented and until UCR appears. അതായത് നമ്മുടെ കണ്ടീഷൻ റെസ്പോൺസ് അപ്പിയർ ചെയ്യുന്നത് വരെ എന്തുണ്ടാവുന്നു? കണ്ടീഷൻ്റെ സ്റ്റിമുലസും അൺകണ്ടീഷൻ്റെ സ്റ്റിമുലസും ഉണ്ടാവുന്നുണ്ട്. ആദ്യം കൊടുക്കുന്നത് കണ്ടീഷൻ്റെ സ്റ്റിമുലസ്, അതായത് ബെല്ല് ആദ്യം കൊടുക്കുന്നു, അതിന് ശേഷമാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ബെല്ലവിടെ ഓണാണ്. അപ്പം ആ ഒരു പ്രോസസ്സാണ് ഡിലേഡ് ഓർ ഫോർവേഡ് കണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ഈസ് ബാക്ക്വേർഡ് കണ്ടീഷനിങ്. ബാക്ക്വേർഡ് കണ്ടീഷനിങ് ആണെങ്കിൽ
നമ്മൾ ഈ ഡയഗ്രാമിൽ കണ്ടതുപോലെ CS UCS എന്നല്ല, UCS CS. അപ്പം ആദ്യം എന്തായിരിക്കും കൊടുക്കുന്നത്? ഫുഡ് കൊടുക്കും, അതിനുശേഷമായിരിക്കും ബെല്ല് കൊടുക്കുന്നത്. അപ്പം ലബോറട്ടറി ആനിമൽസിലൊക്കെയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആദ്യം എന്ത് കൊടുത്തു? ഫുഡാണ് കൊടുത്തത്, പിന്നെയാണ് ബെല്ല് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇസ് പ്രസൻറ്റഡ് ബിഫോർ കണ്ടീഷൻഡ് സ്റ്റിമുലസ്. സോ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇസ് പ്രസൻറ്റഡ് ആഫ്റ്റർ ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഈ രീതി, അതായത് ആദ്യം ഫുഡ് കൊടുത്തു പിന്നീട് ബെല്ലടിക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബാക്ക്വേർഡ് കണ്ടീഷനിങ്. നെക്സ്റ്റ് ഇസ് സൈമൾട്ടേനിയസ് കണ്ടീഷൻ. സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ CS-ഉം UCS-ഉം, അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഒരുമിച്ചായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ബെല്ലും ഫുഡും ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതാണ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രേസ് കണ്ടീഷനിങ്. ട്രേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, കണ്ടീഷനിങ് എന്ന് പറയുന്നതും ആദ്യം പറഞ്ഞ ഡിലേഡ് ആൻഡ് ഫോർവേഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുള്ളൂ. ട്രേസ് കണ്ടീഷനിൽ ബെല്ല് ആദ്യം കൊടുത്തു, അതിനുശേഷം ബെല്ല് റിമൂവ് ചെയ്തു, പിന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. സോ ഒരു മെമ്മറി ട്രേസ്, ബെല്ലിൻ്റെ ഒരു മെമ്മറി ട്രേസ് മാത്രമേ അവിടെ ഉള്ളൂ. അതിൽ നിന്നാണ് എന്തുണ്ടാവേണ്ടത്? കണ്ടീഷനിങ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ട്രേസ് കണ്ടീഷനിങ്. 4 തരത്തിലാണ്: ഡിലേഡ് ഓർ ഫോർവേഡ്, ബാക്ക്വേർഡ്, സൈമൾട്ടേനിയസ് ആൻഡ് ട്രേസ് കണ്ടീഷനിങ്. ഓക്കെ, ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്വിസിഷൻ എന്ന് പറയും. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു പല പെയറിങ് നടത്തി, ആ പെയറിങ് നടത്തി കഴിഞ്ഞിട്ടാണ് ബെല്ലും ഫുഡും കൂടെയുള്ള പെയറിങ് പലത് നടത്തി കഴിഞ്ഞിട്ടാണ് നമുക്ക് സലൈവേഷൻ എന്നുള്ള റെസ്പോൺസ് ഉണ്ടായത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്വിസിഷൻ എന്ന് വിളിക്കുന്നത്. സോ അക്വിസിഷൻ റെഫേഴ്സ് ടു ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ലേണിംഗ് എ ന്യൂ റെസ്പോൺസ് ടെൻഡൻസി. അപ്പോൾ ഒരു ന്യൂ റെസ്പോൺസ് ടെൻഡൻസി ലേൺ ചെയ്യുന്ന ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്വിസിഷൻ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ഇസ് എക്സ്റ്റിങ്ഷൻ. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി നമ്മളൊരു ന്യൂട്രൽ സ്റ്റിമുലസിനെ എന്തായിട്ട് മാറ്റി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആക്കി മാറ്റി. അതിനോടൊരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഓർഗാനിസത്തെ പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ വീക്കനിങ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് എ കണ്ടീഷൻഡ് റെസ്പോൺസ് ടെൻഡൻസി. അപ്പം നമുക്ക് ബെല്ലിനോടുള്ള റെസ്പോൺസ് ടെൻഡൻസി ഗ്രാജുവലായിട്ട് വീക്കൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. സോ എക്സ്റ്റിങ്ഷൻ ഇസ് ദ ഗ്രാജുവൽ വീക്കനിങ് ആൻഡ് ഡിസപ്പിയറൻസ് ഓഫ് എ കണ്ടീഷൻഡ് റെസ്പോൺസ് ടെൻഡൻസി. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ടെൻഡൻസി ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ പല പ്രാവശ്യം നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് മാത്രമേ കൊടുത്തുള്ളൂ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്തില്ല. കുറേ പ്രാവശ്യം അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ഗ്രാജുവലി ഡോഗ് സലൈവേറ്റ് ചെയ്യാണ്ടാവും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് അവിടെ വാനിഷ് ആയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്ത് പോകുന്നില്ല എന്നാണ് തിയറിയിൽ പറയുന്നത്. കാരണം നമ്മൾ ഈ ഓർഗാനിസത്തെ, നമ്മുടെ ഡോഗിനെ വീണ്ടും അതേപോലൊരു സെറ്റിങ്ങിൽ കൊണ്ട് നിർത്തിയിട്ട് ഒന്ന് ബെല്ലടിക്കുകയാണെങ്കിൽ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയും. So spontaneous recovery is the reappearance of an extinguished response after a period of non-exposure to the conditioned stimulus. Conditioned stimulus നോട് എക്സ്പോഷർ ഒന്നും ഇല്ലാതെ കുറേ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഡോഗിനെ ഇതുപോലൊരു ലാബ് സെറ്റിങ്സിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ബെല്ല് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി
അക്വസിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ലേണിംഗ് പ്രോസസ്സാണ്. എക്സ്റ്റൻഷൻ ആ ഒരു കാര്യം പഠിച്ച കാര്യം ഡിസപ്പിയർ ചെയ്യുന്നു അല്ലെങ്കിൽ വാനിഷ് ചെയ്യുന്നു. അത് റീഅപ്പിയർ ചെയ്യുന്നതിനെ നമ്മൾ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് വിളിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് ജനറലൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സലൈവേഷൻ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ബെല്ല്, അപ്പം ആ ഒറിജിനൽ ബെല്ലിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലുള്ള ബെല്ല് കേൾക്കുമ്പോഴും ഈ കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജനറലൈസേഷൻ. സോ ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ്, ആ കണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് ഒരു റെസ്പോൺസ് ഉണ്ടായി, ആ റെസ്പോൺസ് സിമിലർ ആയിട്ടുള്ള മറ്റ് സ്റ്റിമുലസിനോടും കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് generalization. So stimulus generalization occurs when an organism that has learned a response to a specific stimulus responds in the same way to a new stimulus that are similar to the original stimulus. Original stimulus നോട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള മറ്റ് സ്റ്റിമുലസ് കിട്ടിയാലും ഇതേ റെസ്പോൺസ് കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജനറലൈസേഷൻ. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബസ്സർ സൗണ്ട്, അതിനുശേഷം വേറൊരു ബെൽ സൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനോടും സെയിം ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ജനറലൈസേഷൻ. ഇനി വേറൊന്നുണ്ട് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ടോണിലുള്ള ബെല്ലായിരുന്നു കേൾപ്പിച്ചിരുന്നത് ആ ബെല്ലിനോട് മാത്രമേ റെസ്പോൺസ് ഉള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ. സോ ഡിസ്ക്രിമിനേഷൻ occurs when an organism that has learned a response to a specific stimulus does not respond in the same way to a new stimuli that are similar to the original stimulus. അപ്പോൾ ഒറിജിനൽ സ്റ്റിമുലസിനോട് സിമിലർ ആയിട്ടുള്ള വേറെ സ്റ്റിമുലസ് വന്നാലും റെസ്പോണ്ട് ചെയ്യുന്നില്ല വന്നാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ പഠിച്ചത് ഏത് സ്റ്റിമുലസിനോടാണോ അതിനോട് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലസുകളോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ബെല്ല് ഫുഡ് സലൈവേഷൻ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓർഡർ കണ്ടീഷനിങ്, ബെല്ല് കൊടുത്തു, ഫുഡ് കൊടുത്തു, സലൈവേറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബെല്ലിനോട് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി, അതായത് ബെല്ല് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി മാറിയതിന് ശേഷം ഞാൻ വേറൊരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ബെല്ലിന് മുൻപ് കൊണ്ടുവച്ചു. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് കൊടുത്തു, അതിനുശേഷം ബെല്ലടിക്കുന്നു, അപ്പോൾ സലൈവേറ്റ് ചെയ്യുന്നു. സോ ഒരു ലൈറ്റിനെ ബെല്ലുമായിട്ട് ഞാൻ പെയർ ചെയ്യുന്നു, വേറൊരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ഞാൻ ബെല്ലുമായിട്ട് പെയർ ചെയ്യുന്നു, അങ്ങനെ വീണ്ടും കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാകുന്നു. അപ്പം പല പ്രാവശ്യം റിപ്പീറ്റഡ് പെയറിങ് നടത്തി കഴിയുമ്പോൾ ലൈറ്റിനോടും സലൈവേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഹയർ ഓർഡർ കണ്ടീഷനിങ് ഓർ സെക്കൻഡ് ഓർഡർ കണ്ടീഷനിങ്. അപ്പം സെക്കൻഡ് ഓർഡർ കണ്ടീഷനിങ്ങിൽ എന്താണ്, വൺസ് ഒരു പ്രാവശ്യം കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ വേറൊന്നുമായിട്ട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ആ ന്യൂട്രൽ സ്റ്റിമുലസും ഈ കണ്ടീഷൻ റെസ്പോൺസ് എടുക്കുന്നുണ്ട്. സോ ഹയർ ഓർഡർ കണ്ടീഷനിങ് ഇൻ വിച്ച് എ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഫങ്ഷൻസ് ആസ് ഇഫ് ഇറ്റ് വർ ആൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ ഇവിടെ ബെല്ലെന്ന് പറയുന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നു, സോ ദാറ്റ് വേറൊരു ന്യൂട്രൽ സ്റ്റിമുലസ് സെയിം റെസ്പോൺസ് പഠിച്ചെടുക്കും. സോ ദിസ് ഇസ് നോൺ ആസ് സെക്കൻഡ് ഓർഡർ ഓർ ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഓക്കെ, സോ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പാവ്ലോവിൻ്റെ ഡോഗിനെ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, മെയിനായിട്ടുള്ള ടെർമിനോളജീസ് ഡിസ്കസ് ചെയ്തു, പിന്നെ പലതരത്തിലുള്ള കണ്ടീഷനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആൻഡ് വാട്ട് ആർ ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫർദർ റെഫറൻസിന് യു ക്യാൻ ഗോ ത്രൂ നമ്മുടെ
രണ്ട് മൂന്ന് ബുക്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് സൈക്കോളജി തീംസ് ആൻഡ് വേരിയേഷൻസ്, ദെൻ വീൻ വീറ്റൻ്റെ, ദെൻ ഗ്രോസിൻ്റെ റെഫറൻസ് സൈക്കോളജി, റിച്ചാർഡ് ഗ്രോസിൻ്റെ സൈക്കോളജി ദ സയൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ എന്നുള്ള ബുക്ക്, പിന്നെ ബാരൻ, ലോഡ് ഓഫ് ഇൻട്രൊഡക്ടറി സൈക്കോളജി ബുക്സ് എല്ലാത്തിലും ഈ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദോസ് ബുക്സ് ഫോർ ദ അഡ്വാൻസ് ലേണിംഗ്. ഇത് ഒരു ബേസിക്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെഷനാണ്. Further details you can refer these books. Okay, thank you.